സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ അധ്യായം 1 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുക. ഗലാത്യ അധ്യായം 1 ആകെ എത്ര വാക്യങ്ങൾ? ഉത്തരം 24. ചോദ്യം 2, ഗലാത്യ അധ്യായം 1 ആദ്യത്തെ തലക്കെട്ട് അഭിവാദനം. ചോദ്യം 3, ആര് മുഖേനയല്ല താൻ അപ്പസ്തോലനായിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്? മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല. ചോദ്യം 4, ആര് മുഖേനയാണ് താൻ അപ്പസ്തോലനായിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ച പിതാവ് മുഖേനയും. ചോദ്യം 5, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ചത് ആര്? പിതാവ്. ചോദ്യം 6, ആരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. ചോദ്യം 7, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ലഭിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം കൃപയും സമാധാനവും. ചോദ്യം 8, എവിടെ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിനാണ് അവൻ തന്നെ ബലിയർപ്പിച്ചത്? ഉത്തരം തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന്. ചോദ്യം 9, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് യേശുക്രിസ്തു എന്തു ചെയ്തു? ഉത്തരം തന്നെ ബലിയർപ്പിച്ചു. ചോദ്യം 10, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ചത് ആര്? യേശുക്രിസ്തു. ചോദ്യം 11, ആർക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ, ആമേൻ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ദൈവത്തിന്. ചോദ്യം 12, ഗലാത്യ അധ്യായം 1 രണ്ടാമത്തെ തലക്കെട്ട്. ഉത്തരം മറ്റൊരു സുവിശേഷമില്ല. ചോദ്യം 13, ആരുടെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ കൃപയിൽ. ചോദ്യം 14, ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും എവിടേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം വ്യത്യസ്തമായൊരു സുവിശേഷത്തിലേക്ക്. ചോദ്യം 15, നിങ്ങളെ ഉപദ്രവിക്കാനും എന്തിനെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ. ചോദ്യം 16, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷം നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഗലാത്യ 1:8 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ? ചോദ്യം 17, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവന് എന്ത് സംഭവിക്കട്ടെ? ഉത്തരം ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 18, ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ആര്? ഉത്തരം പൗലോസ്. ചോദ്യം 19, ഗലാത്യ 1:10 പൗലോസ് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു? ഉത്തരം 3. ഗലാത്യ 1:10 പൗലോസ് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഏതെല്ലാം? ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ചോദ്യം 21, ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു എങ്കിൽ എന്താവുക ഇല്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ദാസൻ. ചോദ്യം 22, ഗലാത്യ അധ്യായം 1 മൂന്നാമത്തെ തലക്കെട്ട് അപ്പസ്തോലനാകാനുള്ള വിളി. ചോദ്യം 23, സഹോദരരെ, എന്ത് മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഞാൻ പ്രസംഗിച്ച സുവിശേഷം. ചോദ്യം 24, ഗലാത്യ 1:11 പൗലോസ് ഗലാത്യക്കാരെ എന്താണ് അഭിസംബോധന ചെയ്യുന്നത്? ഉത്തരം സഹോദരരെ. ചോദ്യം 25, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം മനുഷ്യരിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്. ചോദ്യം 26, ഞാൻ പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. ചോദ്യം 27, പൗലോസ് എന്തിനെയാണ് കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ സഭയെ. ചോദ്യം 28, എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ എന്തിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? യഹൂദമത കാര്യങ്ങളിൽ. ചോദ്യം 29, എന്തിൽ താൻ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ.
ചോദ്യം 30, ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ആര് എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നാണ് പൗലോസ് പറയുന്നത്? ദൈവം. ചോദ്യം 31, ദൈവം തന്നെ എങ്ങനെയാണ് വിളിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്? തൻ്റെ കൃപയാൽ. ചോദ്യം 32, ഞാൻ ഒരു മനുഷ്യൻ്റെയും എന്ത് തേടാൻ നിന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉപദേശം. ചോദ്യം 33, എനിക്ക് മുമ്പേ അപ്പസ്വലന്മാരായവരെ കാണാൻ താൻ എവിടേക്ക് പോയതുമില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ജെറുസലേമിലേക്ക്. ചോദ്യം 34, ജെറുസലേമിലേക്ക് പോകുന്നതിന് പകരം താൻ എവിടേക്ക് പോയി എന്നാണ് പൗലോസ് പറയുന്നത്? അറേബ്യയിലേക്ക്. ചോദ്യം 35, അറേബ്യയിലേക്ക് പോയ പൗലോസ് എവിടേക്ക് തിരിച്ചു വന്നു? ദമാസ്കസിലേക്ക്. ചോദ്യം 36, പൗലോസ് ദമാസ്കസിലേക്ക് തിരിച്ചു വന്നത് എവിടെ നിന്ന്? അറേബ്യയിൽ നിന്ന്. ചോദ്യം 37, 3 വർഷത്തിന് ശേഷം ആരെ കാണാനാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? കേപ്പായെ. ചോദ്യം 38, കേപ്പായെ കാണാൻ എത്ര വർഷത്തിന് ശേഷമാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? 3 വർഷത്തിന് ശേഷം. ചോദ്യം 39, കേപ്പായെ കാണാൻ 3 വർഷത്തിന് ശേഷം ജെറുസലേമിലേക്ക് പോയ പൗലോസ് എത്ര ദിവസം അവരോടൊപ്പം താമസിച്ചു? 15 ദിവസം. ചോദ്യം 40, കേപ്പായെ കൂടാതെ അപ്പോസ്തലന്മാരിൽ മറ്റാരെ കൂടിയാണ് പൗലോസ് കണ്ടത്? ഉത്തരം, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ. ചോദ്യം 41, കർത്താവിൻ്റെ സഹോദരനായ അപ്പോസ്തലനാര്? യാക്കോബ്. ചോദ്യം 42, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് സാക്ഷി ആരാണ്? ദൈവം. ചോദ്യം 43, ഗലാത്യ 1:21 പ്രകാരം തുടർന്ന് താൻ ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് പോയി എന്നാണ് പൗലോസ് പറയുന്നത്? സിറിയ, കിലിക്യ. ചോദ്യം 44, എവിടെയുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? യൂദയായിലുള്ള. ചോദ്യം 45, ഗലാത്യ 1:24 പ്രകാരം പൗലോസിനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ.